അതായത് ഈ ഹെഡ്ഗേവാറിന്റെ വിഷയം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ CPIM അംഗങ്ങൾ ഉന്നയിക്കുന്നു, UDF അംഗങ്ങളും അത് ഉന്നയിക്കുന്നു. അത് ചർച്ച ചെയ്യാൻ ജനാധിപത്യമായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ നഗരസഭാ അധ്യക്ഷ BJP നേതാവ് തയ്യാറാകുന്നില്ല. ആ നിമിഷം അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. ആ പ്രതിഷേധത്തെ മർദ്ദിച്ച് ഒതുക്കുന്ന രീതിയിലേക്ക് BJP കൗൺസിലർമാർ എത്തുന്നു. ഇങ്ങനെയാണോ സംഭവിച്ചത് ഇന്ന് നഗരസഭയ്ക്കുള്ളിൽ? അതെ, തീർച്ചയായും വിഷയങ്ങൾ ഉന്നയിച്ചത് ഇപ്പോൾ നമ്മുടെ CPIM-ന്റെ കൗൺസിലർമാർ തന്നെ ചേരുന്നുണ്ട്. BJP വീരൂനെ പോലെ ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. ചെയർപേഴ്സൺ ഒരു അജണ്ട പോലും വായിക്കാൻ നിൽക്കാണ്ട് പാസ് പറഞ്ഞിട്ട് ഒളിച്ചോടാണ്. നിയമപരമായ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഒളിച്ചോടിപ്പോയത്. പാസ് പറഞ്ഞിട്ട് ഈ പാസിന് ഞങ്ങൾ വിയോജിപ്പ് കൊടുക്കുകയും ചെയ്യും. സർക്കാരിൽ നിന്ന് ഇത് അനുമതി ഇല്ലാതാക്കുകയും ചെയ്യും. സർക്കാരാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്, അത് ഇല്ലാതാക്കുകയും ചെയ്യും. ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടപ്പിലാക്കും. പ്രതിഷേധിച്ച നിങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്, ആക്രമിക്കുന്ന സ്ഥിതിയാണ്. തല്ലി എന്നെ ഉന്തി വിട്ടു. ചെയർപേഴ്സൺ നമ്മളെ തള്ളി വിട്ടിട്ടാണ് ചെയർപേഴ്സൺ ഓടിപ്പോയത്. വീരൂനെ പോലെ ഒളിച്ചോടാണ് ചെയ്തിട്ടുള്ളത്. ചെയർപേഴ്സൺ ഏകപക്ഷീയമായി മർദ്ദിക്കുന്ന ഒരു നിലപാട് അതിന് ഏകപക്ഷീയമായിട്ടുള്ള മാർഗം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശക്തമായിട്ട് ഇത്രയും പോലീസുകളും എല്ലാം ഉണ്ടാകുന്ന സ്ഥിതിയിൽ ഇവിടെ യുവമോർച്ചന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ കയറ്റിയത് തന്നെ തെറ്റാണ്. അത് ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവര് RSSന്റെ പേര് വെക്കാൻ ഇവരാരാണ്? ഇവരിന്റെ എന്ത് മുതലാണ്? ഇവരിന്റെ BJP ഓഫീസിൽ കൊണ്ടുപോയിടട്ടെ, അല്ലാണ്ട് പാലക്കാട് നഗരസഭന്റെ പൊതുമുതലിൽ കൊണ്ടുപോയിടാനുള്ളതല്ല ഇത്. ഇവരിന്റെ